ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചാണ് വിശുദ്ധ ലൂക്കോസ് എവങ്കലിസ്റ്റ് എഴുതിയ വേദഭാഗത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടത്. അവൻ അന്വേഷിച്ചു വന്നിരിക്കുന്നത് നിത്യജീവൻ അവകാശിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ്. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്. എന്താണ് നമ്മുടെ യുവതലമുറയുടെ ആത്യന്തികമായ അന്വേഷണം എന്നുള്ളത് ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. What they are searching for. സെർച്ച് എൻജിൻസ് ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. ഗൂഗിളിലും ഒക്കെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ നിത്യജീവൻ അവകാശിക്കുവാൻ എന്തു ചെയ്യണം? വളരെ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ന്യായശാസ്ത്രിയാണ്, ധനികനുമാണ്. സ്റ്റിൽ he is not satisfied. Neither his health as an young person nor his wisdom and even nor his position satisfies him. ഇപ്പോ ജീവിതത്തിൽ നിത്യജീവനെ അവകാശിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ഈ ചോദ്യം വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആധുനിക തലമുറയിൽ ചെറുപ്പക്കാർ അന്വേഷിക്കുന്നതും ഈ ലോകത്തിൽ എങ്ങനെ വലിയവനാകാം എന്നുള്ളതാണ്. എങ്ങനെ ഏറ്റവും കൂടുതൽ ധനം സമ്പാദിക്കാം, എങ്ങനെ ജീവിതത്തിൽ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്ന് മനുഷ്യര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രിയമുള്ളവരെ, നാം അന്വേഷിക്കേണ്ടത് നിത്യജീവനെ ആണ് എന്നുള്ളത് ചെറുപ്പക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. യേശു അവനോട് ഉത്തരം പറയുന്നു, 10 കൽപ്പനയിലെ ഏതാനും ഭാഗങ്ങൾ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം, കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതൊക്കെ നിനക്ക് അറിയാമോ എന്ന് യേശു ചോദിക്കുമ്പോ അവന്റെ മറുപടി, ഇതെല്ലാം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ പാലിച്ചു വരുന്ന കാര്യങ്ങളാണ്. അവന്റെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ വേദപഠന ക്ലാസുകളിലൂടെ പഠിച്ചതായിരിക്കാം. 10 കൽപ്പന വളരെ ഹൃദയസ്ഥമാണ്. ഇന്ന് അനേകം ആളുകൾ സൺഡേ സ്കൂളിലും മറ്റും ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നെങ്കിലും 10 കൽപ്പന അക്കമിട്ട് പറയുവാൻ അധികം ആർക്കും സാധിക്കുന്നില്ല. അതൊരു പഴയ പുരാണമായി പലരും കരുതുന്നു. യേശു പറയുന്നത് ഈ 10 കൽപ്പനയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. അത് നിനക്ക് അറിയാമോ? അവൻ അപ്പോഴാണ് പറയുന്നത്, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പാലിച്ചു വരികയാണ്. യേശു വീണ്ടും അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുന്നു, സ്റ്റിൽ സംതിങ് ഈസ് ലാക്കിംഗ് ഇൻ യുവർ ലൈഫ്. ഒരു കുറവ് നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രന്മാർക്ക് കൊടുക്കുക. Quite an unexpected answer from Jesus. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം അവൻ പ്രതീക്ഷിച്ചതാണ്, 10 കൽപ്പന അറിയാമോ? പക്ഷേ രണ്ടാമത് പറയുന്നത് നിനക്കുള്ളതൊക്കെ വിട്ട് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
കൽപ്പനകൾ ഹൃദയസ്ഥമാക്കുക, വേദപുസ്തകം വായിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതിനോട് കൂടി തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതൊക്കെ പ്രായോഗികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവനെ സംബന്ധിച്ച് ഈ ധനമായിരുന്നു അവന്റെ ഒരു പ്രലോഭനം. എങ്ങനെ പണം കൂട്ടിവെക്കാം, എങ്ങനെ കൂടുതൽ കൂടുതൽ ആദായം ഉണ്ടാക്കാം, എങ്ങനെ കൂടുതൽ സമ്പാദ്യം അവശേഷിപ്പിക്കാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഈ 10 കൽപ്പനയൊക്കെ നിനക്ക് അറിയാമെങ്കിലും നിന്റെ ശ്രദ്ധ മുഴുവൻ ഈ പണം ഉണ്ടാക്കുന്നതിലാണ്. അതുകൊണ്ട് ഒരു നിമിഷം അതിൽ നിന്നും മാറി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദൈവം നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് പങ്കുവയ്ക്കാനാണ്. ദൈവം നമുക്ക് ഭൂമി നൽകുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട സമ്പത്തിന്റെ ഒരു ഭാഗമാണ്. ദൈവം നമുക്ക് താലന്തുകൾ നൽകുന്നത് എല്ലാ മനുഷ്യർക്കും പ്രയോജനകരമായി തീരുവാനായിട്ടാണ്. So whether you utilize your wealth, your health, your talents and all the gifts that are with you, അത് എല്ലാവരുമായി പങ്കുവെക്കുന്നുണ്ടോ? ഇത് സാമൂഹികമായ ഒരു വലിയ തത്വമാണ്. നമ്മളെല്ലാം ജീവിക്കുന്നത് ഒറ്റയ്ക്കല്ല, സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്കുള്ളത് ഷെയർ ചെയ്യുമ്പോഴാണ്, പങ്കുവെക്കുമ്പോഴാണ് പരമപ്രധാനമായ ദൈവിക ധർമ്മം നാം നിറവേറ്റുന്നത്. തികച്ചും വ്യക്തിഗതമായി, ഇൻഡിവിജ്വലിസ്റ്റിക്കായി, വളരെ പൊസസീവായി ജീവിക്കുക എന്നുള്ളതല്ല, ഉള്ളത് പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷം ഇവൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. വാസ്തവത്തിൽ പഴയ നിയമകാലത്ത് തന്നെ അതിന്റെ പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. ദശാംശം മാറ്റിവെക്കുക, കിട്ടുന്നതിന്റെ ഒക്കെ 10-1 ദൈവത്തിനും ദൈവകാര്യങ്ങൾക്കുമായി മാറ്റിവെക്കുക. അത് പലപ്പോഴും നമ്മളിൽ ഭൂരിപക്ഷം പേരും ചെയ്യുന്നില്ല. നമുക്ക് ലഭിക്കുന്നതെല്ലാം നമ്മുടേത് മാത്രമാണ് എന്നുള്ള ചിന്തയാണ്. എന്നാൽ വളരെ കൃത്യമായി, വളരെ നിഷ്ഠയായി ശമ്പളം ലഭിക്കുമ്പോൾ തന്നെ അതിന്റെ 10-1 മാറ്റിയിടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ശമ്പളം കിട്ടുമ്പോൾ തന്നെ ആ 10-1 അതിൽ നിക്ഷേപിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ നിന്നാണ് അവർ മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങൾക്ക് എല്ലാം വീതിച്ചു കൊടുക്കുന്നത്. 10-9 മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. പലപ്പോഴും പല ആവശ്യങ്ങളും ഉണർത്തിച്ചുകൊണ്ട് ആളുകൾ നമ്മെ സമീപിക്കുമ്പോൾ നമ്മുടെ പേഴ്സിൽ പണമില്ലാതിരിക്കുന്നു. കാരണം 10 നമ്മുടെ പേഴ്സിൽ വെച്ച് നമുക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. പക്ഷെ ഈ ഒരു ദശാംശം മാറ്റിവെക്കുന്ന പതിവ് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ അത് നമുക്ക് നൽകുന്ന വലിയൊരു ആത്മീയ ആനന്ദമുണ്ട്. അനേകം ആളുകൾ അങ്ങനെ ചെയ്ത് ആത്മസംതൃപ്തി അടയുന്നുണ്ട്. 70, 80, 90 വർഷങ്ങളാകട്ടെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗുണം വരുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ദൈവം നമ്മോട് ചോദിക്കും. ഇവിടെ ഈ ചെറുപ്പക്കാരൻ നിരാശനായി, ദുഃഖിതനായി മടങ്ങിപ്പോവുകയാണ്. എനിക്ക് തോന്നുന്നു യേശുവിന്റെ അടുക്കൽ വന്ന ധാരാളം ചെറുപ്പക്കാർ ജീവിതത്തിന്റെ സംഘർഷങ്ങളും അസമാധാനവും അവരുടെ ചോദ്യങ്ങളുമൊക്കെയായി വന്നപ്പോ യേശു കൊടുത്ത ഉപദേശം സ്വീകരിച്ച് അവർ യേശുവിന്റെ പിന്നാലെ അവനെ പിൻപറ്റി. ഈ ചെറുപ്പക്കാരൻ മാത്രം അതിന് തയ്യാറല്ല. He was very stubborn. He was very
അഡമന്റ്, തന്റെ നിശ്ചയപ്രകാരം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്ന് കരുതുകയാണ്. ചിലപ്പോഴൊക്കെ ദൈവം അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടും. അവിടെ നിരാശരായി പോകാതെ ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. കർത്താവ് പറയുന്നു, ധനികർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനെ പോലെ ബുദ്ധിമുട്ടാണ്. യെരൂശലേം നഗരത്തിന് പല വാതിലുകൾ ഉണ്ടായിരുന്നു. അതിലൊരു വാതിലിന്റെ പേര് സൂചിക്കുഴ എന്നായിരുന്നു. അതിലൂടെ മുതുകിൽ മുഴകളുള്ള ഒട്ടകങ്ങൾ എങ്ങനെ ഞെങ്ങി പട്ടണത്തിൽ പ്രവേശിക്കുന്നുവോ അത്രയും ബുദ്ധിമുട്ടാണ് ധനികർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ന് യേശു പറയുന്നു. യേശു ധനികരെ അടച്ചാക്ഷേപിക്കുന്നില്ല, അവരെല്ലാവരും കൊള്ളരുതാത്തവരാണെന്ന് പറയുന്നില്ല, അവരെ ശപിക്കുന്നില്ല. യേശുവിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ ധനികരുമുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, എല്ലാം വിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരുണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അല്പം പ്രയാസകരമാണെങ്കിലും, അല്പം ദുഃഖമുളവാക്കുന്നതാണെങ്കിലും, നമ്മുടെ ഇതുവരെയുള്ള ബോധ്യത്തിന് വിപരീതമാണെങ്കിലും, നമുക്ക് ദൈവം നൽകുന്ന സമ്പത്തും താലന്തുകളും വിഭജിച്ചു നൽകുവാൻ തയ്യാറായാൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ആനന്ദം വളരെ വലുതായിരിക്കും എന്നാണ് യേശു ഈ ആരാധന മധ്യേ നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതിനനുസരണമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.